ബഷീർ ദിനയ്ക്ക് ഉറപ്പായ ചോദ്യങ്ങൾ. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ഭാർഗവി നിലയം എന്ന ചിത്രത്തിലെ നായകാവേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? മധു. അനുഗ്രഹീതനായ ബഷീർ ഇതാരുടെ രചനയാണ്? തരകൻ KM. നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? ഭാർഗവി നിലയം. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? കഥാബീജം. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഭൂമിയുടെ അവകാശികൾ. NN കരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ടുകാവ്യത്തിന്റെ പേരെന്ത്? ബഷീർമാല. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1977. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1946. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1991. ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായികന്മാർ സലാമയും കേശവൻ നായരും. സാഹിത്യത്തിലെ ആധുനിക കവിതയുടെ ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീർ കൃതി ശബ്ദങ്ങൾ. ബഷീർ വിവാഹിതനായ വർഷം 1958. ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? വിജയ നിർമ്മല. ബഷീർ രചിച്ച VD നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? നേരും നുണയും. P ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീർ നോവൽ ഏതാണ്? ബാല്യകാല സഖി. എന്റെ കുടുംബം എന്റെ വീട്ടിൽ കയ്യവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആട്. ഒന്നും ഒന്നും ഇമ്മിനി വല്യമൊന്ന് എന്ന ഏത് പുസ്തകത്തിലുള്ളതാണ്? ബാല്യകാല സഖി. സാഹിത്യത്തിലെ ആധുനിക ശബ്ദം എന്നറിയപ്പെടുന്ന ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1965. മരണത്തിന്റെ നീർ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. ചെവിയോർക്കുക അന്തിമകാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം 1992. സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജില്ലയിൽ ബഷീർ 3 ദിവസം നിസ്സഹായ സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്.